അതിർത്തികളിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം. പാക് പ്രകോപനം തുടരുന്നതായി സൈന്യം അറിയിച്ചു. നിയന്ത്രണ മേഖലയിലെ വിവിധയിടങ്ങളിൽ പാക് സൈന്യം വെടിയുതിർത്തു. ഇന്ത്യൻ പൗരന്മാരെ ലക്ഷ്യം വെച്ചുള്ള വെടിവയ്പ്പെന്ന് സൈന്യം അറിയിച്ചു. അതിർത്തിയിലെ സ്ഥിതിഗതി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് കരസേന മേധാവി അറിയിച്ചു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ഗൗതം ആമറഗുജം ചേരുകയാണ്. ഗൗതം, സംഘർഷ സാധ്യത വീണ്ടും തുടരുകയാണ്. രജീഷ്, അങ്ങനെ വേണം കരുതാൻ. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ തിരിച്ചടി, ആ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് നിലവിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്, സംഘർഷ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ വരുന്നതിനിടെയാണ് പാക് പ്രകോപനം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചിരുന്നു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം വെടിയുതിർക്കുന്ന വാർത്തകൾ എല്ലാ ദിവസവും പുറത്തു വന്നിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് ഈ തിരിച്ചടി നൽകിയതിനു ശേഷമുള്ള മണിക്കൂറുകളിലും പാക് സൈന്യം പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. സൈനിക വൃത്തങ്ങളാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നിയന്ത്രണ മേഖലയിലുള്ള, നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയും ഒപ്പം സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഗ്രാമങ്ങൾക്ക് നേരെയും ആർട്ടിലറി ഫയറിംഗ് ഉണ്ടായിട്ടുള്ളതായിട്ടാണ് സൈനിക കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ഈ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യൻ കരസേനാ മേധാവിയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയാണ്, ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് ഇന്ത്യ തിരിച്ചടി നൽകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ കനത്ത പ്രഹരമാണ് പാകിസ്ഥാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങളിലൊക്കെ തന്നെ ഈ വെടിനിർത്തൽ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇരു വിഭാഗവും ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് അന്താരാഷ്ട്ര രാജ്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ സാഹചര്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ വീണ്ടും പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇത്തവണ നമുക്കറിയാം, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായുള്ള നടപടിയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയിരുന്നു. പൂഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഷെല്ലാക്രമണം നടന്നിരുന്നു. എന്നാൽ അത് അവസാനിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഭീകരർ നടത്തുന്ന എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും ഇന്ത്യ കരുതിയിരിക്കേണ്ടത് എന്നുള്ള വിലയിരുത്തലാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ അതിനൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് വീണ്ടും പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നു ഇന്ത്യയുടെ അതിർത്തിയിൽ എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സംഘർഷ സാഹചര്യം അവസാനിക്കുന്നില്ല. രാത്രിയും സൈനിക നീക്കങ്ങൾ തുടരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പൗരന്മാരുടെ സുരക്ഷ കൃത്യമായി ഉറപ്പാക്കുമെന്നും സാഹചര്യം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ആവശ്യമായ പ്രതിരോധം ഏർപ്പെടുത്തുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെയും സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുമുള്ള ആർട്ടിലറി ഫയറിംഗ് നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. രുചീഷ്. ശരി ഗൗതം.